പ്രൗഢോജ്വലമായ ഈ അനുമോദന സംഗമത്തിൻ്റെ ബഹുമാന്യനായ അധ്യക്ഷൻ അലിസാർ കുന്നത്ത്, അതുപോലെ തന്നെ ഈ സംഗമം ഔപചാരികമായി ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് സംസാരിച്ച കൊടുങ്ങല്ലൂരിലെ പുത്തൻചിറയിലെ മത, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ നിറസാന്നിധ്യവും എയർ പബ്ലിക് മീഡിയ യൂട്യൂബറും കൂടിയായ ബഹുമാന്യനായ ലിയാഖത്ത് അലി സാർ പുത്തൻചിറ, നമ്മുടെ ഈ അനുമോദനങ്ങൾ ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി വളരെ നേരത്തെ തന്നെ ഇവിടെ എത്തിച്ചേർന്ന പുലാമന്തോളിലെ ചെറിയ കുട്ടികൾക്കും മുതിർന്നവർക്കും കൂടി സുപരിചിതമായ അസിക്ക എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന അസീസാർ ഇർബാദ്, മധുരമേറിയ വാക്കുകൾ കൊണ്ട് നമ്മയെല്ലാം സ്വാഗതം ചെയ്ത് സംസാരിച്ച ശ്രീമാൻ വേലപ്പൻ സാർ പുലാമന്തോൾ, മറ്റ് ആശംസ പ്രഭാഷകർ, നന്ദി പ്രഭാഷകൻ ബഹുമാന്യനായ ഇബ്രാഹിം കുട്ടി സാർ കാലടി, മറ്റു വേദിയിലെ ഉപവിഷ്ടരായിരിക്കുന്ന പ്രഗത്ഭരായ വ്യക്തിത്വങ്ങളെ മഹനീയ സാന്നിധ്യം കൊണ്ട് ഈ സദസ്സിനെ ധന്യമാക്കിക്കൊണ്ടിരിക്കുന്ന ഈ നാട്ടിലെ നല്ലവരിൽ നല്ലവരായ നാട്ടുകാരെ, സഹോദരി സഹോദരന്മാരെ, വിദ്യാർത്ഥികളെ, യുവ സുഹൃത്തുക്കളെ, പബ്ലിക് സ്പീച്ച് ട്രെയിനേഴ്സ് ഗ്രൂപ്പ് സംഘടിപ്പിക്കുന്ന അനുമോദന സംഗമ വേളയിലാണല്ലോ നാം ഏവരും ഇവിടെ സംഗമിച്ചിരിക്കുന്നത്. പബ്ലിക് സ്പീച്ച് ട്രെയിനേഴ്സ് ഗ്രൂപ്പ് ഇതിന് മുൻപും ധാരാളം പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. പല സെമിനാറുകളും അതുപോലെ തന്നെ യാത്രയപ്പ് സംഗമങ്ങളും അനുമോദന സംഗമങ്ങളും എല്ലാം സംഘടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പോലും അതിൽ നിന്നൊക്കെ വളരെയധികം വ്യത്യസ്തമായ ഒരു സംഗമം തന്നെയാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം അസീസാർ ഈ ട്രെയിനേഴ്സ് ഗ്രൂപ്പിലെ ഒരു അംഗം കൂടിയാണ്. ഈ പ്രോഗ്രാമിൽ ഒരാശംസ അറിയിക്കുന്നതിന് എന്നെ ക്ഷണിച്ച ഇതിന്റെ സംഘാടകർക്ക് ഞാൻ എൻ്റെ നന്ദിയും സന്തോഷവും അറിയിക്കുകയാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അധ്യക്ഷ പ്രഭാഷണം, സ്വാഗത പ്രഭാഷകനും ഉദ്ഘാടന പ്രഭാഷകനുമെല്ലാം വളരെ വിശദമായി തന്നെ കാര്യങ്ങൾ സംസാരിച്ചു കഴിഞ്ഞു. ആയതുകൊണ്ട് തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. പ്രിയമുള്ളവരെ, ഞാനും അസീസാറും പരിചയപ്പെടുന്നത് അദ്ദേഹം ഒരു 7 മാസങ്ങൾക്ക് മുമ്പ് നാട്ടുകളിലുള്ള യൂസഫ് സാറെ അണ്ണാൻതൊടി റീഡ് പബ്ലിക് സ്പീച്ച് അക്കാഡമിയിൽ വരികയും അവിടെ പ്രസംഗ പരിശീലനവുമായി ബന്ധപ്പെട്ട് ഏകദേശം 1 മണിക്കൂറോളം ഞങ്ങൾക്ക് ക്ലാസ് എടുത്തു തന്നു. അദ്ദേഹം അന്ന് എനിക്ക് അദ്ദേഹത്തിന്റെ മുൻപിൽ അന്ന് ഇതുപോലെ എനിക്ക് എഴുന്നേറ്റ് നിന്ന് 2 വാക്ക് സംസാരിക്കാൻ കഴിയുമായിരുന്നില്ല. അദ്ദേഹം എനിക്കൊരു നിമിഷ പ്രസംഗം തന്നു. ആ നിമിഷ പ്രസംഗത്തിൽ ഞാൻ വിറച്ചുകൊണ്ട് 1-2 വാക്കുകൾ പറഞ്ഞു. അദ്ദേഹം എനിക്ക് അന്ന് അവിടുന്ന് ഒരു പ്രോത്സാഹനം തന്നു. അതുകൊണ്ടാണ് ആ പ്രോത്സാഹനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇവിടെ വന്ന് സംസാരിക്കുന്നത്. അതിനുശേഷം ഒരു 4-5 മാസങ്ങൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട നമ്മുടെ അസ്കർ സാറിന് ഇവിടെ ഒരു അനുമോദന ചടങ്ങ് കൊടുക്കുകയുണ്ടായി. അന്ന് ഞാൻ എനിക്കറിയാവുന്ന രീതിയിൽ ഒരു ആശംസാ പ്രഭാഷണം നടത്തി. അന്നത് കഴിഞ്ഞ് ആ സംഗമം കഴിഞ്ഞതിന് ശേഷം അസീസ് സാർ എന്നെ ആ മൂലയിലേക്ക് കൊണ്ടുപോയി വിളിച്ച് എന്നോട് ചോദിച്ചു, ഞങ്ങളുടെ ഈ ഗ്രൂപ്പിൽ താങ്കളെ ചേർക്കട്ടെ, പ്രസംഗ പരിശീലനവുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു ഗ്രൂപ്പാണിത്, താങ്കൾക്കതിന് കഴിയും, ഞങ്ങളെ കൂടെ നിൽക്കാൻ പറ്റിയ ഒരു ആളാണ് താങ്കൾ എന്ന് അദ്ദേഹം എന്നോട് പറയുകയും അദ്ദേഹത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയും ചെയ്തു. അത് പ്രകാരമാണ് ഒന്നും കൂടി ഊർജ്ജസ്വലനായിട്ട് നിങ്ങളുടെ മുമ്പിൽ ഇതേ സ്ഥലത്ത് വെച്ച് നിങ്ങളോട് സംസാരിക്കാൻ പറ്റിയത്. ഈ ഒരു 4-5 മാസത്തിന്റെ ഉള്ളിൽ അദ്ദേഹത്തിന്റെ ഈ പ്രോത്സാഹനം കൊണ്ട് എനിക്ക് നിരവധി വേദികൾ കിട്ടി. ആദ്യമായി എൻ്റെ അടുത്തുള്ള കോട്ടാപ്പാടം പഞ്ചായത്ത് വില്ലേജ് ഓഫീസ് ഉദ്ഘാടനത്തിലേക്ക് എന്നെ ക്ഷണിച്ചിരുന്നു. മന്ത്രിയും കലക്ടർമാരും MLA-മാരും ഉള്ള ഒരു വലിയ ഒരു ജനപങ്കാളിത്തത്തിലായിരുന്നു എൻ്റെ ആശംസാ പ്രഭാഷണം. അതിന്
ഉത്തരവാദി, അതിന്റെ ഒരു പ്രോത്സാഹനം തന്നത് നമ്മുടെ അസീസ് സാറാണ് എന്നുള്ളത് ഞാൻ ഈ വേളയിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ മലപ്പുറം ജില്ല എന്ന് പറയുന്നത് കേരളത്തിൽ ജനസംഖ്യാടിസ്ഥാനത്തിൽ കൂടുതലുള്ള ഒരു ജില്ലയാണ്. അതുകൊണ്ട് തന്നെ 16 നിയമസഭാ മണ്ഡലങ്ങളുണ്ട് മലപ്പുറം ജില്ലയിൽ. ജനസംഖ്യ കൂടുമ്പോൾ തന്നെ വ്യാപാര സ്ഥാപനങ്ങൾ വർദ്ധിക്കും, അതുമൂലം വ്യാപാരികളും ഉണ്ടാകും. അത്തരം ഈ കൂട്ടായി കൂടുതലുള്ള വ്യാപാരികളുടെ ഒരു ജില്ലയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം കിട്ടുക എന്നുള്ളത് തന്നെ അദ്ദേഹത്തിന്റെ മുൻകാലങ്ങളിലുള്ള പ്രവർത്തന രീതിയിൽ കൊണ്ടുതന്നെയാണ്. എന്തുകൊണ്ടും അർഹതപ്പെട്ട സ്ഥാനം തന്നെയാണ് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത്. അദ്ദേഹം ഈ വേളയിൽ സന്തോഷവാനായിരിക്കാം. ആ സന്തോഷത്തിൽ ഞാനും പങ്കാളിയാവുകയാണ്. അദ്ദേഹം ഇനിയും സംസ്ഥാന തലങ്ങളിൽ എത്തിപ്പെടാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഈ പ്രോഗ്രാമിന് എല്ലാവിധ വിജയാശംസകളും നേരുന്നുകൊണ്ട് അസീസ് സാറിനെ അഭിനന്ദനത്തിന്റെ 1000 പൂച്ചെണ്ടുകൾ സമ്മാനിച്ചുകൊണ്ടും ഇത്രയും നേരം എൻ്റെ ശബ്ദം ശ്രവിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദിയും സന്തോഷവും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് ഹിന്ദ്.